Hi dear students, welcome to Corporate Accounting classes. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മൊഡ്യൂൾ 3ൽ പറയുന്ന റിഡംഷൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3ൽ റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അതിൽ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. കാരണം സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുകയാണ്. എക്സാമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യാം, മീൻസ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഒരു കമ്പനി അവർക്ക് ഫണ്ട് ആവശ്യം വരുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ മീൻസ് മൊഡ്യൂൾസ് 3ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. കമ്പനീസിൻ്റെ വേരിയസ് സെക്യൂരിറ്റീസ് എങ്ങനെയാണ് അവർ റിഡീം ചെയ്യുന്നത്, എന്താണ് റിഡംഷൻ, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഉള്ള ഷെയർസ്. ഷെയർസ് മീൻസ് ഓണേഴ്സിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് റിയൽ ഓണേഴ്സ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പ്രിഫറൻസ് ലഭിക്കുന്ന ഷെയർസ് ആണ്. ഒന്ന് ഡിവിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടി മുമ്പേ പ്രോഫിറ്റിൻ്റെ പോർഷൻ കിട്ടാനുള്ള, അവർക്ക് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് കിട്ടാൻ അധികാരമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ് ഉള്ള ആളുകളാണ് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്, കമ്പനി ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, അതില്ലാണ്ടാവുന്ന സമയത്ത് ആദ്യം പേയ്മെൻറ്റ് ലഭിക്കുന്നത്, ക്യാപിറ്റൽ പേയ്മെൻറ്റ് ലഭിക്കുന്നതും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്ക് മുമ്പേ. അങ്ങനെയുള്ള രണ്ട് പ്രിഫറൻസ് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഷെയറുകളെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഷെയർസ് റിഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും. മീൻസ് ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷെയറിൻ്റെ ക്യാഷ് ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ആ ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യേണ്ടി, തിരിച്ചു വാങ്ങിക്കേണ്ടി വരും കമ്പനി. അങ്ങനെ തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം പറയുന്നതാണ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനിയുടെ ലയബിലിറ്റീസ് ഷെയർസ് വരെ ആയിട്ടുള്ള കമ്പനീസ്, മീൻസ് ഷെയർ ഹോൾഡർ ലയബിലിറ്റി എന്താണ്, ഷെയർ എത്ര ഷെയർ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസ് മാത്രമുള്ള കമ്പനീസിന് ഇഫ് സോ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ, അതിൻ്റെ ആർട്ടിക്കിൾ അതിനെ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലയബിൾ ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. അപ്പം പറയുന്നതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്, അവരുടെ ആർട്ടിക്കിൾസ് അവരെ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എങ്ങനെ ഇഷ്യൂ ചെയ്യാം? ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞ് റിഡീം ചെയ്യാം, മീൻസ് തിരിച്ച് വാങ്ങിച്ചോളാം എന്നുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യാം, റിഡീം ചെയ്തോളാം എന്നുള്ള കണ്ടീഷനിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ പറയുന്ന കാലയളവ് എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 20 years ആണ്. 20 വർഷത്തിൽ കൂടുതലുള്ളൊരു കാലയളവിലേക്ക് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ 21 വർഷം കൊണ്ട് റിഡീം ചെയ്യാം എന്നുള്ള ആ ഒരു കണ്ടീഷനില്ല. മാക്സിമം 20 വർഷം വരെ, അല്ലെങ്കിൽ 20 വർഷം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാം, റിഡീം ചെയ്തോളാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നതാണ് ഓർക്കുക, എന്താണ് കമ്പനിക്ക് എന്ത് ചെയ്യാം, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി 20 വർഷത്തിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ 20 വർഷം വരെ ഉള്ള കാലയളവിനുള്ളിൽ തിരിച്ച് വാങ്ങിച്ചോളാം, തിരിച്ച് റിഡീം ചെയ്ത് കൊടുത്തോളാം, റീപേ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യാണ് 10% പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് 5 years കഴിഞ്ഞിട്ട് റിഡീം ചെയ്യാമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, 5 years കഴിഞ്ഞാൽ ഈ ഷെയർ ഹോൾഡർക്ക് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാം എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓർ ഏർലിയർ അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ, കമ്പനിയുടെ ഡിസ്ക്രിഷൻ പ്രകാരം, കമ്പനിയുടെ തീരുമാനപ്രകാരം ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ട് റീപേ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അതിന് മുമ്പേ തന്നെ അവരുടെ ഡിസ്ക്രിഷൻ പ്രകാരം റീപേ ചെയ്യാൻ കഴിയുന്ന ഷെയർസിനെയാണ്, കഴിയുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓർ ഏർലിയർ അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി കമ്പനി. അപ്പോൾ സെക്ഷൻ 55 സബ്ക്ലോസ് ഐയിൽ പറയുന്നതാണ് കമ്പനീസ് ആക്ടിൻ്റെ, ഇറ്റ്സ് പ്രൊഹിബിറ്റ് ദ ഇഷ്യൂ ഓഫ് എനി പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ഈസ് ഇറഡീമബിൾ. ഒരിക്കലും കമ്പനി ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഒരിക്കലും ഇഷ്യൂ ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയുന്നത് സെക്ഷൻ 55 സബ്സെക്ഷൻ ഐ ആണ്. അപ്പോൾ റിഡംഷൻ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിഡംഷൻ ഇത്രയേ ഉള്ളൂ, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് തന്നിട്ടുള്ള ക്യാഷ് റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവർ തന്നിട്ടുള്ള ആ ക്യാപിറ്റൽ എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് നോക്കുന്നത് കണ്ടീഷൻ ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് സെക്ഷൻ 55. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 55 പ്രൊവിഷൻസ് പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 55 പറയുന്ന കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഷെയർ ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ഷെയർ നിങ്ങൾക്ക് റിഡീം ചെയ്യണമെങ്കിൽ, പ്രിഫറൻസ് ഷെയർസിന് റിഡീം ചെയ്യണമെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരു 10 റുപ്പീസിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ 10 റുപ്പീസും ഷെയർ ഹോൾഡർ കമ്പനിക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്താണ്, പാർഷ്യലി പേ ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ സെക്ഷൻ 55 പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഷെയർ ഷുഡ് റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. അപ്പോൾ റിഡംഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്, അപ്പോൾ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമുണ്ട്. ഈ ഫണ്ട് നമുക്ക് 2 രീതിയിൽ മാത്രമാണ് എടുക്കാൻ കഴിയുക. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യാനുള്ള പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് റിഡീം ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഷെയർ ഷുഡ് ബി റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻറ്റ്. ഡിവിഡൻ്റ് ആയി കൊടുക്കാൻ വേണ്ടി കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നോ, അല്ലെങ്കിൽ എന്താണ്, ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന, ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ വരുന്ന പ്രൊസീഡിങ്സോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിഡംഷൻ നടത്തണം. അപ്പോൾ ഈ 2 രീതിയിലാണ് ഫണ്ട് കണ്ടെത്തുന്നത് റിഡംഷന് വേണ്ടിയിട്ടില്ല. ദെൻ എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ ഔട്ട് ഓഫ് ദ കമ്പനീസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അപ്പം ഇനി റിഡംഷൻ്റെ സമയത്ത് മീൻസ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് നമ്മൾ 10 റുപ്പീസിൻ്റെ ഷെയർ ആയിരുന്നു, അതിന് പ്രീമിയത്തിനാണ് അത് റിഡീം ചെയ്തത്. ഇപ്പോൾ 12 റുപ്പീസ് അല്ലെങ്കിൽ 13 റുപ്പീസ് ഒരു ഹൈ ആയിട്ടുള്ള എമൗണ്ട്, ഒരു കൂടിയ എമൗണ്ടിനാണ് നമ്മൾ റിഡീം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഈ പ്രീമിയം പേ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, റിഡംഷന് വേണ്ടിയിട്ടുള്ള പ്രീമിയം കണ്ടെത്താൻ കഴിയുന്നതാണ്. ജനറലി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം ഇഫ് ദർ ഈസ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി പ്രീമിയം ഓർ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ. ഇനി നമുക്ക് എന്തുണ്ട്, പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ജനറലി എന്ത് ചെയ്യാറുള്ളത്, റിഡംഷൻ്റെ സമയത്ത് യൂസ് ചെയ്യേണ്ട പ്രീമിയവും യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഫസ്റ്റ് നമ്മൾ ജനറലി ആയിട്ട് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് തന്നെയാണ് റിഡംഷൻ ആവശ്യമായിട്ടുള്ള പ്രീമിയം എടുക്കുന്നതെന്നുള്ള കാര്യം ഓർക്കാം. Then where any such shares are redeemed out of profit available for dividend, an amount equal to the normal value of shares to be redeemed must be transferred out of the divisible profit to capital redemption reserve account. ഇനി അവർക്ക് റിഡംഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എന്താണ്, ഏതെങ്കിലും രീതിയിൽ ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് അത് പ്രോഫിറ്റിൽ നിന്നാണ് റിഡീം ചെയ്തിട്ടുള്ളെങ്കിൽ, ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളെങ്കിൽ എത്രയാണോ ഇങ്ങനെ റിഡീം ചെയ്തിട്ടുള്ള ഷെയർസ് അതിൻ്റെ നോർമൽ വാല്യൂ, ഇപ്പോൾ 10 റുപ്പീസിൻ്റെ ഷെയറാണ് റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 റുപ്പീസ് എന്ന വാല്യൂ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് 4th കണ്ടീഷൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. അപ്പോൾ ഡിവിഡൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ റിഡീം ചെയ്യുന്നു. അങ്ങനെ റിഡീം ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ക്യാഷിനെ എടുത്ത് റിഡീം ചെയ്തുകൊണ്ട് മാത്രം
അക്കൗണ്ടിൻ്റെ പേര് മാറിയിട്ട് എന്തായിട്ടുള്ളതാണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് അവകാശപ്പെട്ടാണ്, ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ളി പെയ്ഡപ്പ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഇതാണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനി പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്, ബോണസ് ഷെയർസ് 2 രീതിയിലാണ്, ബോണസ് ഇഷ്യൂ ചെയ്യാൻ 2 രീതിയിൽ ചെയ്യാറുണ്ട് ഷെയർസിൻ്റെ കേസിൽ. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ബോണസ് പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഇങ്ങനെ ഫുള്ളി പെയ്ഡപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയാണ് റിഡംഷനുമായി ബന്ധപ്പെട്ടുള്ള 5 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർസ് എന്താണ് റിഡീം ചെയ്യണമെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിരിക്കണം. ദെൻ ഷെയർസ് റിഡീം ചെയ്യുന്നത് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് റിഡീം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഫണ്ട് യൂസ് ചെയ്തിട്ടും റിഡംഷൻ നടത്താം, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്താം. ദെൻ റിഡംഷൻ സമയത്ത് എന്തെങ്കിലും രീതിയിൽ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഈ പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നായിരിക്കും. അത് ജനറലി യൂസ് ചെയ്യുന്നത് ഏത് അക്കൗണ്ട് തന്നെയാണ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടാണ്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ റിഡംഷൻ സമയത്തുള്ള പ്രീമിയം അതിൽ നിന്ന് തന്നെ എടുക്കാം. ദെൻ 4th പോയിന്റ് ഇതാണ്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ഷെയർസിനെ റിഡീം ചെയ്തിട്ടുള്ളതെങ്കിൽ, മീൻസ് ഡിവിഡൻഡ് ആയി കൊടുക്കേണ്ട എമൗണ്ട് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിഡീം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ റിഡീം ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണോ, ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം, മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെയുള്ള ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് പിന്നീട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടി മാത്രമാണ്, ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരേ ഒരു പർപ്പസേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിനുള്ളൂ. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ആണ്. റിഡംഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. 3 മെത്തേഡാണ് റിഡംഷൻ ഉള്ളത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 3 രീതിയിലാണ് ചെയ്യുക. 3 മെത്തേഡാണുള്ളത്. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 രീതിയിലുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിഡംഷൻ എന്ത് ചെയ്യാം, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഷെയർസ് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും കൂടി മിക്സ് ചെയ്യാം, മീൻസ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് ഫണ്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് കണ്ടെത്താം, കുറച്ച് ഫണ്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ 3 രീതിയിലാണ്, 3 മെത്തേഡ്സ് ആണ് റിഡംഷന് വേണ്ടിയിട്ട് കമ്പനീസ് ഫോളോ ചെയ്യുന്നത്. ഒന്നുകൂടെ ഓടിച്ചു പോവാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് റിഡംഷൻ്റെ മീനിങ് എന്താണ്, റീപേയ്മെൻ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, 20 വർഷത്തിൽ കൂടാതെ, അല്ലെങ്കിൽ എന്താണ് 20 വർഷം വരെ കാലാവധി പറഞ്ഞുകൊണ്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് തിരിച്ച് റീപേ ചെയ്യും, ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞ് റീപേ ചെയ്യും എന്നുള്ള കണ്ടീഷനാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, റിഡംഷൻ്റെ സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 55 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ 5 കണ്ടീഷൻസ് നോക്കി. സെക്ഷൻ 55 പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്. എനിക്ക് 3 മെത്തേഡാണ് റിഡംഷൻ ഉള്ളത്. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇങ്ങനെയാണ്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, ജേർണൽ എൻട്രീസും കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത്, അത് പ്രിഫറൻസ് ഷെയർസ് വന്നില്ലെങ്കിൽ ആ ടൈമിൽ റിഡീം ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അത് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡപ്പ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, റിഡീം ചെയ്യാൻ കഴിയുള്ളൂ. റീപേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പാർട്ട്ലി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റിഡീം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഫുള്ളി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർസ് ആക്കി മാറ്റണം. അപ്പം ഇഫ് ദേ ആർ പാർട്ട്ലി പെയ്ഡ് നമുക്ക് പാസ് ചെയ്യേണ്ട എൻട്രീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം,
കോൾ വിളിക്കാത്തതുകൊണ്ടാണ് അത് പാർട്ട്ലി പെയ്ഡപ്പായി നിൽക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കോളിനെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻട്രി ഇതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈ എൻട്രി നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. കോൾ വിളിക്കുന്ന എൻട്രിയാണ് അല്ലെങ്കിൽ ഡ്യൂ ആവുന്ന എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ഷെയർ ഹോൾഡർ എമൗണ്ട് പേ ചെയ്യും. പേ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ എന്നാണ് എൻട്രി വരുന്നത്. ഈ രണ്ട് എൻട്രിയും നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന സമയത്ത് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിഫറൻസ് എന്നുള്ള രീതിയിൽ ഷെയറിനെ ഡിനോട്ട് ചെയ്ത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെയർ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അപ്പോൾ ഫൈനൽ കോൾ ഡ്യൂ ആവുന്നത് സെയിം എൻട്രി തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, പാർട്ട്ലി പെയ്ഡപ്പ് ഷെയറിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത് മേക്ക് ജേർണൽ എൻട്രി ഫോർ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസിനെ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി ഇതാണ്. പാറിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ലംസമായിട്ട് പേ ചെയ്യുന്ന രീതിയിൽ ഒറ്റ എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. ബാങ്ക് ക്യാഷ് വരുന്നു, ക്യാഷ് ബാങ്കിൽ വരുന്നു, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി പ്രീമിയത്തിനാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്, റിഡീം ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഇഷ്യൂ ചെയ്തിട്ടാണ്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടാവും എൻട്രിയിൽ. അപ്പോൾ എന്താ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. അതാണ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള എൻട്രി വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ ഒരു ഐറ്റം കൂടെ വരും, എന്താണ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് എൻട്രി വരുന്നത്. അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് എൻട്രിയിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. ഫുള്ളി പെയ്ഡപ്പ് ആണ് ഓൾറെഡി പ്രിഫറൻസ് ഷെയർ എങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ എൻട്രി എഴുതേണ്ട കാര്യമില്ല. ദെൻ നെക്സ്റ്റ് ലെവൽ എന്ത് ചെയ്തു, ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതണം. 3 രീതിയിലാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. പാറിന് ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിന്, ഡിസ്കൗണ്ടിന്. പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ പ്രീമിയത്തിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ദെൻ നെക്സ്റ്റ് ഡിസ്കൗണ്ടിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രീസ് ആണ്. അപ്പം ജേർണൽ എൻട്രി ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് പറയുന്നത്. റിഡംഷൻ ഈസ് അറ്റ് പാർ. പാറിനാണ് ഷെയർ റെഡീം ചെയ്യുന്നെങ്കിൽ, റീപേ ചെയ്യുന്നത് നോമിനൽ വാല്യൂവിനാണ്. അതാണ് റിഡംഷൻ ടു പാർ എന്ന് പറയുന്നത്. പാർ എന്ന് പറയുന്നത് എന്താണ്, നോമിനൽ വാല്യൂ ആണ്. 10 റുപ്പീസിൻ്റെ ഷെയർ 10 റുപ്പീസിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയുന്നത്. റിഡംഷൻ അറ്റ് പാർ എന്ന് പറയുന്നത് എന്താണ്, 10 റുപ്പീസിൻ്റെ ഷെയർ 10 റുപ്പീസ് തന്നെ റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ അറ്റ് പാർ എന്ന് പറയുന്നത്. അപ്പോൾ പാറിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റിഡീം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ഹോൾഡറിന് ക്യാഷ് കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരെ റീപേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷെയർ ഹോൾഡർക്ക് അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലിനെ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറയും, ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ലയബിലിറ്റി ആയിട്ട് അത് മാറും. അപ്പം ട്രാൻസ്ഫറിങ് ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഫസ്റ്റ് ചെയ്തേണ്ട എൻട്രി. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, കൂടുന്ന സമയത്ത് എപ്പോഴും അതിന് ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. അപ്പോൾ കുറയുമ്പോൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാണ് ക്യാഷ് കൊടുക്കാനുള്ളത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കാണ് കൊടുക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ലയബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി എന്താണ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഡെബിറ്റിൽ പോവും. ക്രെഡിറ്റിലുള്ള ലയബിലിറ്റി എന്തായി ഡിക്രീസ് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കുകയാണ്. അപ്പം ബാങ്ക് വഴിയാണ് കൊടുക്കുക. അപ്പോൾ എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിനാണ്, മീൻസ് റീപേയ്മെൻറ്റ് പ്രീമിയത്തിനാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ വരും, എന്താണ്, സെക്യൂരിറ്റി പ്രീമിയം കൂടെ വരും. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ എന്താണ്, സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ള ബാലൻസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ ബാലൻസ് എടുത്ത് എന്ത് ചെയ്യാം, പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രിയാണ് ഫസ്റ്റ് ചെയ്തേണ്ടത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണ് എടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു
പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഫസ്റ്റ് എൻട്രി വരുന്നത്. അപ്പം പ്രീമിയത്തിൽ നിന്ന് സെക്യൂരിറ്റി പ്രീമിയത്തിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിൽ നിന്നൊരു എമൗണ്ട് എടുക്കുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നതാണ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് റിഡംഷൻ പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിന് ഡെബിറ്റ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ് പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡെബിറ്റ് ചെയ്യുക ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതാണ് എൻട്രി വരുന്നത്. ദെൻ റിഡീം ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്നത് ഏതൊക്കെ ഡ്യൂ ആവും? ഈ ഒരു എമൗണ്ടും ഡ്യൂ ആവും. ദെൻ പ്ലസ് എന്താണ്, അദ്ദേഹത്തിന് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് അതും കിട്ടാനുണ്ട്. അപ്പം എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യം എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻട്രി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ ഇല്ലാണ്ടാവുന്നു, അപ്പോൾ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തു. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഈ ഒരു ഫണ്ട് എന്ത് ചെയ്യണം? ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് എൻട്രി? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം ക്യാപിറ്റലും റിഡംഷൻ പ്രീമിയവും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതാണ് എമൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ ഈ പ്രീമിയം കമ്പനിക്ക് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം, പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് എടുക്കാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെ തന്നെ വരുന്നതാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണ്, ജനറൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ റിസർവ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫറൻസ് ഷെയർസിന് റിഡീം ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയത്തിന് എടുക്കാൻ വേണ്ടി സാധിക്കും. അത് ഓർത്ത് വയ്ക്കാം. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്തുള്ള എൻട്രി ഓർക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ എൻട്രി വരുന്നത്? ഇതിൽ നിന്നാണ് എമൗണ്ട് എടുക്കുന്നത്, അതിനെ ഡെബിറ്റ് ചെയ്യുക ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എഴുതുക. ദെൻ എന്ത് ചെയ്യുക? ഈ പ്രീമിയവും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ അദ്ദേഹത്തിന് ക്യാഷ് പേ ചെയ്യുന്ന എൻട്രി കാണിക്കുക. അപ്പോൾ ഇത്രയാണ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതാനുള്ള തരാം, ആ ക്വസ്റ്റ്യനും കൂടെ എഴുതി വയ്ക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. താങ്ക്